ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം ഇന്ന് 14. ഇന്നത്തെ വിഷയം പഞ്ചവടിയിലെ ജീവിതം, ശൂർപ്പണഖയുടെ വരവ്, കരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരുടെ വധം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും ദർശനവും ദണ്ഡകാരണ്യ പ്രവേശവും വിരാധന്റെ മോക്ഷവും നാം കേട്ടു. ഇന്ന് രാമായണത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. ഈ സംഭവമാണ് പിന്നീട് സീതാപഹരണത്തിനും രാവണവധത്തിനും കാരണമായത്. സുധീഷ്ണ മഹർഷിയുടെയും അഗസ്ത്യ മഹർഷിയുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടി എന്ന മനോഹര സ്ഥലത്ത് എത്തിച്ചേർന്നു. അഗസ്ത്യ മഹർഷി ശ്രീരാമന് ദിവ്യമായ വില്ലും അമ്പും നൽകി അനുഗ്രഹിച്ചു. ലക്ഷ്മണൻ അവിടെ മനോഹരമായ ഒരു പർണശാല നിർമ്മിച്ചു. ഗോദാവരി നദിക്കരയിൽ അവർ സമാധാനപൂർവ്വം ജീവിച്ചു. ഋഷിമാരെ സന്ദർശിച്ചു. പൂജയും ധ്യാനവും നടത്തി. ധർമ്മമാർഗത്തിൽ ദിവസങ്ങൾ കഴിച്ചു. ഒരു ദിവസം രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ അവിടെ എത്തി. ശ്രീരാമന്റെ അതുല്യ സൗന്ദര്യവും തേജസ്സും കണ്ടപ്പോൾ അവൾക്ക് അദ്ദേഹത്തോട് മോഹം തോന്നി. അവൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് ശ്രീരാമന്റെ അടുത്തെത്തി പറഞ്ഞു, രാമ, നീയും ഞാനും ഒരുമിച്ച് ജീവിക്കാം. ഈ സീതയെ ഉപേക്ഷിക്കൂ. ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വിവാഹിതനാണ്. എൻ്റെ സഹോദരനായ ലക്ഷ്മണൻ അവിവാഹിതനാണ്. അവൻ്റെ അടുത്ത് പോകൂ. ഇത് ശ്രീരാമന്റെ പരിഹാസമായിരുന്നു. ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടൻ്റെ ദാസനാണ്. നീ രാജ്ഞിയാകണമെങ്കിൽ ശ്രീരാമന്റെ അടുത്തേക്ക് തന്നെ പോകണം. ഇങ്ങനെ ഇരുവരും അവളെ വിനയത്തോടെ ഒഴിവാക്കി. കോപാകുലയായ ശൂർപ്പണഖ തൻ്റെ യഥാർത്ഥ ഭീകരരൂപം ധരിച്ച് സീതാദേവിയെ ആക്രമിക്കാൻ ഓടി. അത് കണ്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, സീതയെ സംരക്ഷിക്കൂ. ലക്ഷ്മണൻ ഒരു വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും ചെവികളും ഛേദിച്ചു. അവൾ വേദന കൊണ്ട് അലറിക്കരഞ്ഞ് തൻ്റെ സഹോദരനായ ഖരന്റെ അടുത്തേക്ക് ഓടി. ശൂർപ്പണഖയുടെ കഥ കേട്ട് ഖരൻ ആദ്യം 14 രാക്ഷസന്മാരെ അയച്ചു. ശ്രീരാമൻ ഒറ്റയ്ക്ക് അവരെ എല്ലാം വധിച്ചു. പിന്നീട് ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരും 14,000 രാക്ഷസന്മാരുമായി യുദ്ധത്തിന് വന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് സീതയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി. ശക്തമായ യുദ്ധം നടന്നു. അവസാനം ശ്രീരാമൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് ഖരനെയും ദൂഷണനെയും ത്രിശരസിനെയും എല്ലാ രാക്ഷസന്മാരെയും സംഹരിച്ചു. ആകാശത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ഋഷിമാർ സന്തോഷത്തോടെ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഭയമില്ല. ധർമ്മം വീണ്ടും വിജയിച്ചു. ശൂർപ്പണഖ ലങ്കയിൽ ചെന്ന് രാവണനോടെല്ലാം പറഞ്ഞു. എന്നാൽ അവൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സീതയെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീ ഈ ലോകത്തിൽ വേറെയില്ല. ഈ വാക്കുകൾ രാവണന്റെ മനസ്സിൽ മോഹവും പ്രതികാരവും ഉണർത്തി. ഇവിടെ നിന്നാണ് സീതാപഹരണത്തിലേക്കുള്ള സംഭവങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ ആത്മീയ സന്ദേശം, ശൂർപ്പണഖയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നിയന്ത്രണമില്ലാത്ത ആഗ്രഹം നാശത്തിലേക്ക് നയിക്കും. അധർമ്മം ഒടുവിൽ പരാജയപ്പെടും. ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ദൈവം തന്നെ സംരക്ഷിക്കും. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, ഞങ്ങളുടെ മനസ്സിലെ കാമം, ക്രോധം, ലോഭം എന്നിവയെ അകറ്റി ധർമ്മത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി നൽകണമേ. സീതാദേവിയെപ്പോലെ പരിശുദ്ധിയും ലക്ഷ്മണനെ പോലെ ജാഗ്രതയും ഞങ്ങൾക്ക് നൽകണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. നാളെ
രാവണമാരീച സംവാദം, സ്വർണമാൻ സീതാപഹരണം, ജടായുവിൻ്റെ വീരപോരാട്ടത്തെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്.